ഞങ്ങളെന്നേ ഇവിടെ ഗ്രേലിൻ പാർക്കാണിത്. ഇവിടെ ഒരു സ്വിമ്മിങ്ങിന് കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് സ്വിമ്മ് ചെയ്യാവുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് വന്നേക്കുന്നത്. വസു ഹായ് പറഞ്ഞു. നേരെ ഇവിടെ ഇവൻ്റെ താഴെയാണ് കേട്ടോ സ്വിമ്മിങ് പൂള്. കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. മിക്കവർക്കും അറിയില്ല. ചിലയിടത്തൊക്കെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ $8 $10 അങ്ങനെ കൊടുത്ത് വേണം നമ്മൾ അത് അവിടെ സ്വിം ചെയ്യാൻ. ഇതൊരു വലിയ പാർക്കാണ്. പാർക്കിനോട് ചേർന്ന് തന്നെയാണ്. വിൻ്റർ ടൈമിലൊന്നും ഓപ്പൺ അല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ സമ്മർ ടൈം ഫ്രീ എന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അഡൾട്ട് വാച്ച് ചെയ്യണം. കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് മസ്റ്റാണ്. അപ്പോൾ അതൊരു ഫ്രീ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അത്. ഓക്കെ കം ഐ വിൽ സിറ്റ് ദേർ. ഓക്കെ. പുള്ളിക്ക് വന്നപ്പോൾ തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് പുള്ളിയും ബാക്കിയുള്ള കുട്ടികളെല്ലാം നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ ഇവിടെ. ഇപ്പം ഞാൻ ഒരു 1 hour അടുത്തായി ഞാൻ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അവരെന്നിട്ടും വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല കേട്ടോ. ഇവിടെ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട് എപ്പോഴും. നമ്മളും വാച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവണ്ടേൽ ഇൻ്റർമീഡിയറ്റ് സ്കൂളിനോട് ചേർന്നുള്ള സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അതും ഓപ്പണാണ്, ഫ്രീ ആണ്. അവിടെ 2 ഗാർഡുകളുണ്ട് വാച്ച് ചെയ്യാൻ വേണ്ടി. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. അത് നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. അതിവിടെ വലിയ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. ഈ കാണുന്ന ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിലുള്ള ഷവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇപ്പം ന്യൂസിലാൻഡിൽ സമ്മർ ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികളെ കൊണ്ട് സ്വിം ചെയ്യാൻ കൊണ്ടുപോകട്ടെ എവിടെ വേണമെങ്കിലും.